ലേൺവൈസിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0 ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവ് എന്ന ഓറിയന്റേഷൻ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓറിയന്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. സോഷ്യോളജിയുടെ സബ്ജക്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു സെക്ഷനാണ് സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിലൂടെ നോക്കുന്നത്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളതെന്ന് പറയുന്നത്, അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. എന്റെ പേര് റോഷനാര, ഞാൻ ലേൺവൈസിലെ സോഷ്യോളജിയുടെ മെന്റർ ആണ്. എന്റെ കൂടെ ഇന്ന് ഉള്ളത് വാണി മാം ആണ്, കൊമേഴ്സിലെ മെന്റർ ആണ്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് അർച്ചന മാം ഉണ്ട്. അർച്ചന മാമും കൊമേഴ്സിൽ നിന്നാണ്. സോ എല്ലാവർക്കും ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും കുറെ ആൾക്കാർ നമ്മൾ ഓറിയന്റേഷന്റെയും ഓൺ ബോർഡിങ്ങിന്റെ ഒക്കെ പല സെക്ഷനിലും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പരിചയപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന സെക്ഷനിലൂടെയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് മൂവ് ചെയ്യാം. മാം, സോ BASOH എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇഗ്നോയുടെ സ്കൂൾ ഓഫർ ചെയ്യുന്ന ഒരു സബ്ജക്ട്, ഒരു കോഴ്സാണ് BA സോഷ്യോളജി എന്ന് പറയുന്നത്. നമ്മുടെ ഇഗ്നോയുടെ കോഴ്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ പേപ്പറും ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്കുകളായിട്ടുള്ള പേപ്പറിനെ യൂണിറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ചാപ്റ്റേഴ്സ് ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് സബ് ടോപ്പിക്സിനെയാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാവും, ബ്ലോക്കിനടിയിൽ യൂണിറ്റ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 7 or 8 ബ്ലോക്കുകൾ ഉണ്ടാവും. ആ ബ്ലോക്കുകളുടെ അകത്ത് ഒരു 4 or 5 യൂണിറ്റ് വീതം വെച്ചിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. അത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഓരോ പേപ്പറിനും ഇത്ര ക്രെഡിറ്റ് വീതം വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഓരോ പേപ്പർ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ക്രെഡിറ്റ് നമ്മൾക്ക് അച്ചീവ് ആവുന്നതാണ് കേട്ടോ. ഈ ഒരു BA സോഷ്യോളജിയുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 3 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട, ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. പക്ഷെ ഇതൊരു മാക്സിമം 6 years കൊണ്ടായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാത്രം മാക്സിമം 6 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട് 6 years ഉണ്ട് അതുകൊണ്ട് എനിക്ക് പയ്യെ കംപ്ലീറ്റ് ചെയ്താൽ മതിയോ, പയ്യെ പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. കാരണം മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 3 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട കോഴ്സാണ് BA സോഷ്യോളജിയുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. സോ BA സോഷ്യോളജിയുടെ BA ഹോണേഴ്സ് സോഷ്യോളജിയുടെ കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു കോഴ്സ് പേപ്പറാണ്. നമുക്ക് മൊത്തം 8 പേപ്പറാണ് പഠിക്കാനായിട്ടുള്ളത്. അതിനകത്ത് വരുന്ന ഒരു പേപ്പർ എന്നാണ് BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ആ ഒരു പേപ്പർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, ബ്ലോക്ക് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ബ്ലോക്കിന്റെ പേര് എന്ന് പറയുന്നത് സോഷ്യോളജി ദ ഡിസിപ്ലിൻ ആൻഡ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ് വരുന്നത്. അതിന്റെ യൂണിറ്റ് വരുമ്പോൾ യൂണിറ്റ് 1 തിങ്കിങ് സോഷ്യോളജിക്കലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും ഞാൻ എന്താ ഈ പറയുന്നതെന്നുള്ളത് കേട്ടോ. മാം, നെക്സ്റ്റ് സ്ലൈഡ്. സോ ഡെഫിനിഷൻ ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 hours ഓഫ് സ്റ്റഡിയാണ് നമ്മൾ ഒരു ക്രെഡിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഏതൊരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു പല പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും നിങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്ര അവേഴ്സ് കൊണ്ടിട്ട് ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നു, നിങ്ങളുടെ കോൺടാക്ട് അവേഴ്സ് എത്രയാണെന്നാണ് ഒരു ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ BA സോഷ്യോളജിയുടെ ഹോണേഴ്സ് പ്രോഗ്രാമിൽ ടോട്ടൽ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് 26 കോഴ്സുകളാണ് നമുക്ക് മൊത്തത്തിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കൊണ്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾക്ക് 26 പേപ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് BA സോഷ്യോളജി എന്നൊരു പ്രോഗ്രാം 3 വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ. അതിന്റെ ടോട്ടൽ ക്രെഡിറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതെന്ന് പറയുന്നത് 148 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ 3 years ആയിട്ടാണ് ഡിവിഷൻ വരുന്നത്. ഫസ്റ്റ് ഇയർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് മൊത്തം 8 പേപ്പറാണ് പഠിക്കാനായിട്ടുള്ളത്. 8 പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 44 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. 2 സെമസ്റ്റർ ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ഇഗ്നോയിലെ സെമസ്റ്റർ നമ്മൾ നോക്കുന്നില്ല, ഇയർ വൈസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊല്ലപരീക്ഷ പോലെയാണ് നമ്മൾ ഇത് എഴുതുന്നത് കേട്ടോ. സെക്കൻഡ് ഇയർ വരുമ്പോൾ 10 കോഴ്സസ് ആണ് വരുന്നത്. 10 കോഴ്സസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 56 ക്രെഡിറ്റ് ആണ്. അത് തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും ആയിട്ടാണ് വരുന്നത്. ഇനി തേർഡ് ഇയർ വരുന്ന സമയത്ത് മൊത്തം 8 കോഴ്സസ് ആണ് വരുന്നത്. അതിന്റെ ക്രെഡിറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതെന്ന് പറയുന്നത് 48 ക്രെഡിറ്റ്സ് ആണ്. അപ്പോൾ മൊത്തം സെമസ്റ്റർ എന്ന് പറയുന്നത് 5 സെമസ്റ്ററും 6 സെമസ്റ്റേഴ്സും ആയിട്ടാണ് കോഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി BA സോഷ്യോളജിയുടെ ഹോണേഴ്സ് പ്രോഗ്രാംസ് എടുക്കുമ്പോൾ മൊത്തം 26 കോഴ്സുകൾ ഉണ്ട്. അതിൽ 148 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എടുക്കുമ്പോൾ പല ഡിവിഷൻസ് ഉണ്ട്. അതായത്
14 കോർ കോഴ്സസ് ആണ് ഉള്ളത്. 14 കോർ കോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 84 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. പിന്നെ 4 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ഉണ്ട്, അതിൽ നിന്ന് 24 ക്രെഡിറ്റ് കിട്ടും. 4 ജനറിക് എലക്ടീവ്സ് ഉണ്ട്, 24 ക്രെഡിറ്റ് കിട്ടും. 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഉണ്ട്, അതിൽ നിന്ന് 8 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. 2 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്, അതിൽ നിന്ന് 8 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. ഇത്രയും ക്രെഡിറ്റ്സുകളാണ് നമുക്ക് മൊത്തത്തിൽ അച്ചീവ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ കോഴ്സിന്റെ സ്ട്രക്ചർ. കോർ പേപ്പേഴ്സ് കാണും, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് കാണും, ജനറിക് എലക്ടീവ്സ് കാണും, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് കാണും, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസും കാണും കേട്ടോ. അത് എന്താന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇനിയുള്ള സെക്ഷൻസിൽ വരുമ്പോൾ. മാം നെക്സ്റ്റ് സ്ലൈഡ്. സോ 14 കോർ കോഴ്സസ് ആണ് നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞത്. 14 കോർ കോഴ്സസ് എന്ന് പറയുമ്പോൾ കോർ കോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഫൗണ്ടേഷണൽ ആയിട്ടുള്ള സബ്ജക്ട്സിന്റെ നോളേജ് മനസ്സിലാക്കാനാണ്. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് കോർ കോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കോർ കോഴ്സസ് എന്ന് പറയുന്നത് 3 വർഷത്തിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ 6 സെമസ്റ്റേഴ്സിലും നിങ്ങൾക്ക് സോഷ്യോളജിയുടെ പേപ്പർ പഠിക്കാനായിട്ട് ഉണ്ടാവും, ഫൗണ്ടേഷണൽ പേപ്പേഴ്സ് പഠിക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഓരോ ഫൗണ്ടേഷണൽ പേപ്പേഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് ഉണ്ടാവുമ്പോഴും അതിന് മൊത്തം 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പൊ 6 × 4 മൊത്തം ടോട്ടൽ 84 ഉള്ള രീതിക്കാണ് ആ ക്രെഡിറ്റ്സിന്റെ സ്ട്രക്ചറിങ് വരുന്നത്. മാം നെക്സ്റ്റ് സ്ലൈഡ്. സോ നമ്മുടെ സെമസ്റ്റർ സിസ്റ്റം ഇങ്ങനെയാണ് പോകുന്നത്. ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സിന്റെ പേപ്പേഴ്സ് എന്ന് പറയുന്ന BSOC 101 ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി 1 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, BSOC 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, BSOC 103 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, BSOC 104 സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. ഇത്രയും പേപ്പേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് BSOC 105 പൊളിറ്റിക്കൽ സോഷ്യോളജി, BSOC 106 സോഷ്യോളജി ഓഫ് റിലീജിയൻ, BSOC 107 sociology of gender, BSOC 108 economic sociology, BSOC 109 sociology of kinship, BSOC 110 സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇത്രയും പേപ്പേഴ്സ് ആണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി തേർഡ് ഇയർ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള മൊത്തം പേപ്പർ എന്ന് പറയുന്നത് BSOC 111 sociological thinkers 1, BSOC 112 social research methods, BSOC 113 social thinkers 2, BSOC 114 സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് സെക്കൻഡ്. ഇത്രയും പേപ്പേഴ്സ് ആണ് നമുക്ക് മൊത്തം 3 ഇയർ കൊണ്ടിട്ട് നമ്മൾ പഠിക്കുന്നത്. മാം നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇനി ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്, നമ്മളെ കോർ കോഴ്സ് എന്താണെന്ന് നോക്കി. ഇനി ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പല എലക്ടീവ് പേപ്പേഴ്സുകൾ ഉണ്ടാവും. സോഷ്യൽ ആന്ത്രോപോളജിയുടെ പേപ്പേഴ്സ് ഉണ്ട്, സോഷ്യോളജിയുടെ പേപ്പേഴ്സ് ഉണ്ട്. ഈ സോഷ്യോളജി ആന്ത്രോപോളജി എന്ന് പറയുന്നത് ഓൺബോർഡിംഗ് സെക്ഷനിലെ ഞാൻ പറഞ്ഞത് ഒരു സിസ്റ്റർ ഡിസിപ്ലിൻസ് ആണ്. കാരണം ഒരേ സമയത്ത് എമേർജ് ആയിട്ടുള്ള 2 സബ്ജക്ട്സ് ആണ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറയുമ്പോൾ ഇത് തേർഡ് ഇയറിൽ മാത്രം വരുന്ന പേപ്പേഴ്സ് ആണ്. തേർഡ് ഇയറിൽ മാത്രം വരുന്നു എന്ന് പറയുമ്പോൾ തേർഡ് ഇയർ വരുന്ന സെമസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 5ാമത്തെ സെമസ്റ്ററും 6ാമത്തെ സെമസ്റ്ററിലും മാത്രമേ ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള എലക്ടീവ്സ് ഉള്ളൂ. ഈ ഡിസിപ്ലിൻ എലക്ടീവ് സ്പെസിഫിക്സിനകത്ത് 2 പേപ്പേഴ്സ് ആണ് ചൂസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. 5ാമത്തെ സെമസ്റ്ററിലും 6ാമത്തെ സെമസ്റ്ററിൽ നിന്ന് ഏതെങ്കിലും 2 പേപ്പേഴ്സ് എടുത്ത് വേണം പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് അർബൻ സോഷ്യോളജിയുടെ പേപ്പർ ഉണ്ട്, എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ പേപ്പർ ഉണ്ട്, ട്രൈബൽ കൾച്ചേഴ്സിന്റെ പേപ്പർ ഉണ്ട്, ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്, റീഡിംഗ് എത്നോഗ്രഫീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, വിഷ്വൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും 2 പേപ്പർ എടുത്ത് പഠിക്കാം തേർഡ് ഇയർ വരുമ്പോൾ കേട്ടോ, ഇപ്പോൾ അല്ല, തേർഡ് ഇയർ വരുമ്പോൾ. മാം നെക്സ്റ്റ് സ്ലൈഡ്. സോ ജനറിക് എലക്ടീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ജനറിക് എലക്ടീവ്സിന് 2 പേപ്പേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേപ്പറും മറ്റൊന്ന് പറയുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞൊരു പേപ്പറും ആണ് വരുന്നത്. ഇനി സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ജനറിക് എലക്ടീവ്സിന്റെ പേപ്പർ വരുന്നുണ്ട്. ഇ ഗവേണൻസിന്റെ പേപ്പറും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പേപ്പറും ആണ് സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് പഠിക്കാനായിട്ടുള്ളത്. ഇനി ജനറിക് എലക്ടീവ് പേപ്പറുകൾ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ടും നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ ഒക്കെ നമുക്ക് ചുറ്റും നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളത് കൊണ്ട് ആണ് ഈ ജനറിക് എലക്ടീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാം നെക്സ്റ്റ് സ്ലൈഡ്. ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുമ്പോൾ വരുന്ന ഫസ്റ്റ് ഇയറിൽ വരുന്ന പേപ്പേഴ്സ് ആണ് എൻവയോൺമെന്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും. ഇത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട 2 പേപ്പേഴ്സ് ആണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 പേപ്പേഴ്സ്. ഇനി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുമ്പോൾ ടൂറിസം ആന്ത്രോപോളജിയുടെ പേപ്പറും വരുന്നുണ്ട്, പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറും വരുന്നുണ്ട്. ഇത് സെക്കൻഡ് ഇയറിലാണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് സെമസ്റ്റർ ആയിരിക്കും, 3ാമത്തെ സെമസ്റ്ററും 4ാമത്തെ സെമസ്റ്ററിലും ആയിരിക്കും വരുന്നത്. കുറച്ചുകൂടെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള
ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ കോമ്പീറ്റൻസിയും സ്കിൽസിനെയൊക്കെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് തരുന്നത്. അതായത് ടൂറിസം ആന്ത്രപ്പോളജിയും പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ തരുന്നത്. ഇനി നമ്മൾ സിലബസിന്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഫസ്റ്റ് ഇയറിന്റെ പേപ്പേഴ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോ ഓവറോൾ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ഒരു 3 വർഷത്തെ ഒരു സോഷ്യോളജിയുടെ പ്രോഗ്രാം എടുക്കുമ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മൾ നോക്കുന്നതെന്നാണ് ഫസ്റ്റ് ഇയറിലുള്ള കാര്യങ്ങൾ മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുള്ളൂ. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ നിങ്ങൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ആകുമ്പോൾ നമ്മൾ ഇതേപോലെ വേറൊരു ഓറിയന്റേഷൻ സെക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാം. ഫസ്റ്റ് ഇയർ വരുമ്പോൾ മൊത്തം 8 പേപ്പേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഈ 8 പേപ്പേഴ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 44 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് പാസ് ആവണമെങ്കിൽ ഈ 44 ക്രെഡിറ്റ് കിട്ടാൻ, ഈ 44 ക്രെഡിറ്റ് കിട്ടാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഈ പേപ്പറിൽ പരീക്ഷയൊക്കെ എഴുതി പഠിച്ച് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 44 ക്രെഡിറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അച്ചീവ് ആവുന്നതാണ്. ഇനി ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ള 8 പേപ്പേഴ്സ് എന്ന് പറയുന്നത് BSOC 101 സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന് പറയുന്ന ഒരു പേപ്പർ, BSOC 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ, പിന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഒരു പേപ്പർ ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു പേപ്പർ ഉണ്ട്, സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട്, സോഷ്യോളജി ഓഫ് ഇന്ത്യ ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി സെക്കൻഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പേപ്പർ ഉണ്ട്, ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ പറയുന്ന പേപ്പർ ഉണ്ട്. അപ്പൊ മൊത്തം ഇത്രയും 8 പേപ്പേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഇതിനകത്ത് സോഷ്യോളജിയുടെ 4 കമ്പൽസറി കോഴ്സസ് വരുന്നുണ്ട്. അതാണ് ഈ CC എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സിന്റെ പേപ്പേഴ്സ് ആണ് എൻവയോൺമെന്റൽ സ്റ്റഡീസും, പിന്നെ ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചറും ഡിസാസ്റ്റർ മാനേജ്മെന്റും. ഇത് രണ്ടെന്ന് പറയുന്ന ജനറിക് എലക്റ്റീവ് ആയിട്ട് വരുന്ന പേപ്പേഴ്സ് ആണ്. മാം നെക്സ്റ്റ് സ്ലൈഡ്. സോ ഫസ്റ്റ് സെമസ്റ്റേഴ്സിനകത്ത് വരുന്ന പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണ്. നമ്മളിവിടെ സെമസ്റ്റർ സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്ന, ഈവൻ ദോ പറഞ്ഞു തരികയാണ് ഇത്രയും പേപ്പേഴ്സ് ആണ് നമുക്ക് മൊത്തത്തിൽ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളത് ഫസ്റ്റ് ഇയർ വരുന്ന സമയത്ത്. BSOC 101 ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി 1, സോഷ്യോളജി ഓഫ് ഇന്ത്യ 1, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇയറിൽ വരുന്ന പേപ്പർ ആയിട്ടുള്ള BSOC 1 എന്നാണ് ഇതിന്റെ ഒരു കോഡ്. എല്ലാ പേപ്പറിനും ഇതേപോലെ ഒരു സൈഡിൽ ഒരു കോഡ് കാണും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇപ്പൊ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പേപ്പറിന്റെ സൈഡിലും ഒരേ കോഡ് കാണും. BSOC 101 എന്നുള്ള ഒരു കോഡ് നിങ്ങൾക്ക് കണ്ടു കാണും. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ സോഷ്യൽ, അങ്ങനെ ഓരോ പേപ്പറിന്റെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കോഡുകൾ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന BSOC 101 എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ 6 ക്രെഡിറ്റ് വരുന്ന കമ്പൽസറി കോഴ്സിൽ വരുന്ന പേപ്പറാണ്. ഈ ഒരു പേപ്പറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യോളജിക്കൽ വേയിൽ എങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ ഒരു ഫൗണ്ടേഷണൽ നോളജ് പഠിച്ചത്. കാരണം നിങ്ങൾ ആരും സോഷ്യോളജി പഠിച്ചിട്ടില്ല, നിങ്ങൾ പഠിക്കാതെയാണ് ഈ ഒരു സബ്ജക്റ്റിലോട്ട് വന്നിരിക്കുക. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ഈ പേപ്പറിൽ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പേപ്പറിനോട് അപ്രോച്ച് ചെയ്യേണ്ടത്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മാം നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ബ്ലോക്ക് 1 ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് 3 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ BSOC 101ന്റെ 3 ബ്ലോക്കുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യോളജി ഡിസിപ്ലിൻ ആൻഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്, രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന ബ്ലോക്ക്, മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ്. സോ നമ്മൾ ഈ സിലബസിന്റെ മൊത്തം ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുകയാണ്. 1 സെക്കൻഡ്. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ. ബ്ലോക്ക് 1 ഇപ്പൊ 101ന്റെ പേപ്പറിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് സോഷ്യോളജി ഡിസിപ്ലിൻ ആൻഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നതാണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് തിങ്കിങ് സോഷ്യോളജിക്കലി എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. പിന്നെ 2 എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. നിങ്ങളിപ്പോ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പേപ്പറാണ്, ഓർക്കുന്നുണ്ടോ? പിന്നെ ബ്ലോക്ക് 2 സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ്. ഇതിനകത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യോളജി മറ്റ് സോഷ്യൽ സയൻസസും തമ്മിലുള്ള ബന്ധങ്ങളാണ് നോക്കുന്നത്. കാരണം എല്ലാ സബ്ജക്ട്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന രീതിക്കാണ് ഓരോ സബ്ജക്റ്റുകളും പോകുന്നത്. ഇപ്പൊ സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് അപ്രോച്ചിൽ
നമ്മൾ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്നതെന്നുള്ളത്. ഇനി അടുത്തെന്ന് പറയുന്നത് ബ്ലോക്ക് 3 വന്നിട്ട് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ സോഷ്യോളജിയിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസും ടെർമിനോളജീസും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതായത് കൾച്ചർ ആൻഡ് സൊസൈറ്റി, സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റസ്, റോള്, സോഷ്യലൈസേഷൻ, സ്ട്രക്ചർ, സോഷ്യൽ കൺട്രോൾ, ചേഞ്ച്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ ഒരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ടേമും കാര്യങ്ങളാണ്. ഇപ്പൊ അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പല റെസിഡൻസ് അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടേമുകളും കാര്യങ്ങളും അതിനെയൊക്കെ കുറച്ച് നല്ല രീതിയിൽ നമ്മൾ ഇവിടെ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ. 102 എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. ഈ ഒരു പേപ്പറിന്റെ പേര് എന്ന് പറഞ്ഞാൽ സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്നാണ് ഈ ഒരു പേപ്പറിന്റെ പേര്. ഇത് നമ്മൾ ഇന്ത്യൻ സോഷ്യോളജിയും അതിന്റെ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു പേപ്പറാണ്. അടുത്ത സ്ലൈഡ്. ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് 3 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ്, രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്റർഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി ടു, മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്റർഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ ഇത് വരുന്നത്, ആ ഒരു ബ്ലോക്കിന്റെ നെയിം വരുന്നത്. മാം നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ്, കൊളോണിയൽ ഡിസ്കോഴ്സ്, സബാൾട്ടൻ പെർസ്പെക്റ്റീവ്, നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ്, കാസ്റ്റ്, ട്രൈബ്, വില്ലേജ്, agrarian classes, industry and labor, family, marriage, kinship, race, ethnicity, polity and society. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പർ. മാം നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത പേപ്പർ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പേപ്പറാണ്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പല ഡിസാസ്റ്ററും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഒരു പ്രാധാന്യം എന്തെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ലാൻഡ് സ്ലൈഡ് എന്തോ വന്നിട്ട് ഒരു വണ്ടി അതിന്റെ ഇടയിൽ പെട്ടുപോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ കാണുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കണം, അതിനെ എങ്ങനെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം, എങ്ങനെ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയൊക്കെ നമുക്കൊരു പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യാം, ഒരു റീകൺസ്ട്രക്ഷൻ, ഒരു റിക്കവറി മെത്തേഡ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഓരോ ലേണറും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ഇത് പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ മാത്രമല്ല, ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേപ്പർ നിങ്ങളുടെ സിലബസിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതൊരു ജനറിക് ഇലക്ടീവ് പേപ്പറാണ്. അപ്പൊ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിസാസ്റ്റർ, എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ, എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ, ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഏതൊക്കെ സ്ഥലത്ത് ഫ്ലഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് സൈക്ലോൺ പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ സ്ഥലത്ത് എർത്ത് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനകത്ത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസീസ് ഫ്രെയിംവർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ റിലീഫ് റെസ്പോൺസ് മെക്കാനിസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഡാമേജ് അസസ്മെന്റ് നടത്തണം, എങ്ങനെ അത് റീഹാബിലിറ്റേഷൻ ചെയ്യണം, ആൾക്കാരെ എങ്ങനെയൊക്കെ തിരിച്ച് അവരുടെ പഴയ ജീവിതത്തിലൊക്കെ കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലൈമറ്റിക് ചേഞ്ച് ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്, അതിന്റെ സ്ട്രാറ്റജീസും കേസ് സ്റ്റഡീസും ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇനി അടുത്ത എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറഞ്ഞതുപോലെ തന്നെയാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ പേപ്പർ എന്ന് പറയുന്നത്. ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ പ്രകൃതി എന്ന് പറയുന്നത്, നാളത്തെ തലമുറയ്ക്കും നമുക്ക് വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വേയിൽ നമുക്ക് എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ എൻവയോൺമെന്റ്, എക്കോസിസ്റ്റം, മേജർ എക്കോസിസ്റ്റം എന്താണ്, ലാൻഡ് എന്താണ്, വാട്ടർ എന്താണ്, ഫോറസ്റ്റ് റിസോഴ്സസ് എന്താണ്, ബയോഡൈവേഴ്സിറ്റി എന്താണ്, എനർജി റിസോഴ്സസ് എന്താണ്, കൺസർവേഷനും ത്രെറ്റ്സും എങ്ങനെയാണ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ്, ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ്, ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ്, എൻവയോൺമെന്റൽ എത്തിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ പല കാര്യങ്ങളും ന്യൂസിനകത്ത് കാണും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു അഴുക്ക് ചാലിൽ ഒരാൾ വീണു ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ പ്രകൃതിയെ ഇങ്ങനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എങ്ങനെ നമുക്കൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ നിങ്ങളെ കൊണ്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിലബസിനകത്ത് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചതായിരിക്കും. ഇത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. മാം നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത സെക്കൻഡ് സെമസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കുന്ന പേപ്പേഴ്സ് ആണ് BSOC 103 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2 എന്ന് പറയുന്ന പേപ്പർ, സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 എന്ന് പറയുന്ന പേപ്പർ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ, ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പർ. അപ്പൊ ഇത്രയും പേപ്പേഴ്സ് ആണ് നമ്മൾ
ഫസ്റ്റ് ഇയറിൽ വരുന്ന 4 പേപ്പേഴ്സ് നമ്മൾ നോക്കി. ഇനിയുള്ള 4 പേപ്പേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് വരുന്ന കോർ കോഴ്സസ് ആയിട്ട്, അത് സോഷ്യോളജിയുടെ 2 കോർ കോഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന 2 കോർ കോഴ്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡും സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള PSOC 103 എന്ന് പറഞ്ഞ സബ്ജക്ട് കോഡിൽ വരുന്ന ഈ ഒരു പേപ്പറിൽ എന്താ പഠിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനകത്ത് നമ്മൾ പല അതിന്റെ കോൺസെപ്റ്റ്സിനെയൊക്കെയാണ് നമ്മൾ സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് അതിന്റെ ഉത്ഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു സബ്ജക്ട് എമേർജ് ആയി വന്നു, ഇതിന്റെ തിങ്കേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. മാം നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇതിനകത്ത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ്സ് ആണ്. നമുക്ക് ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലെ. സോഷ്യോളജി പഠിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പൊ എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, ഫംഗ്ഷനലിസം, സ്ട്രക്ചറലിസം, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ തിങ്കേഴ്സും പല രീതിയിലും കാഴ്ചപ്പാടിലും ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളെ തന്നെ എടുക്കുക, നമ്മളും പല രീതിയിലും കാഴ്ചപ്പാടിലും ചിന്തിക്കുക. ചിലർ ചിന്തിക്കുന്നവരുണ്ടാവും, ചിലർ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്നത് പോലെ തിങ്കേഴ്സും സമൂഹത്തിനെ പറ്റിയിട്ട് പല കാഴ്ചപ്പാടിലും ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടുകളും അതിന്റെ പെർസ്പെക്റ്റീവ്സും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഫംഗ്ഷനിസം എന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവിനകത്ത് എന്താ പഠിക്കുന്നത്? ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ സമൂഹത്തിന്റെ എല്ലാ ഇപ്പം ഫാമിലി ഉണ്ട്, മാരേജ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്, ഇതെല്ലാം ഒരു സന്തുലിതാവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നു എന്നാണ് ഫംഗ്ഷണലിസ്റ്റ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിലുള്ള തിങ്കേഴ്സ് വിചാരിക്കുന്നത്. ഇനി അതേപോലെ നമ്മൾ വന്നിട്ട് കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിനകത്ത് വരുമ്പോൾ അവർ വിചാരിക്കുന്നത് സൊസൈറ്റിയിൽ എപ്പോഴും അടിയും വഴക്കുമാണ് ഉള്ളത്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി അത് വന്നിട്ട് നമ്മൾ വേറെ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള സിംബോളിക് ഇന്ററാക്ഷനിസത്തിൽ അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിലൊക്കെ വരുമ്പോൾ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓരോന്നിനും ഓരോ മീനിങ് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മീനിങ് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു വേറിട്ട രീതിയിൽ ചിന്തിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് കേട്ടോ. പിന്നെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, ദളിത് പെർസ്പെക്റ്റീവ് ഉണ്ട്. പിന്നെ പല കോൺസെപ്റ്റുകളും ഒരേപോലെ പറയുന്ന തിങ്കേഴ്സുകൾ വരും. അതാണ് നമ്മൾ ഈ ബ്ലോക്ക് 4 നോക്കുന്നത്. ഇപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ദർക്കീമും വെബറും മാർക്സും പറഞ്ഞിട്ടുള്ള, വെബർ അല്ല, മാർക്സും പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരേ കോൺസെപ്റ്റുകൾ വരുമ്പോൾ അതിൽ തമ്മിലുള്ള ഡിബേറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 4-നകത്ത് നോക്കുന്നത് കേട്ടോ. മാം അടുത്തത്, ഇനി അടുത്ത സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. അതെന്ന് പറയുന്നത് സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് BSOC 104 ആണ്. ഈ ഒരു പേപ്പറിനകത്ത് പല മൾട്ടിപ്പിൾ സോഷ്യോ പൊളിറ്റിക്കൽ ഫോഴ്സസ് എങ്ങനെയാണ് നമ്മുടെ നേഷൻസിനെ ഷേപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള ഐഡിയോളജീസും, കുറച്ചുകൂടെ നമ്മൾ നേരത്തെ പഠിച്ച സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന് പറയുന്ന പേപ്പറിന്റെ വേറൊരു വേർഷനാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. പലതരത്തിലുള്ള ഡിബേറ്റ്സും കണ്ടസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ 3 ബ്ലോക്കുകളായിട്ടാണ് ഇവിടെയും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ബ്ലോക്കിനകത്ത് വരുന്നത് മൾട്ടിപ്പിൾ ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ് വരുന്നത്. പിന്നെ വരുന്നത് ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള കോൺസെപ്റ്റ്സും അതിന്റെ ഡിഫറൻസസും എന്താണെന്നുള്ളത്, പല എത്നോഗ്രാഫിക് ആയിട്ടുള്ള ഇമേജസ് എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൗണ്ടേഷൻസ് എന്താണ്, ഭരണഘടനയുടെ ഫൗണ്ടേഷൻസ് എന്താണ് എന്നുള്ളത്. പിന്നെ ബ്ലോക്ക് 2 വരുമ്പോൾ മൊബിലിറ്റി, ചേഞ്ച്, പെസന്റ് മൂവ്മെന്റ്, ദളിത് മൂവ്മെന്റ്സ്, വുമൺ മൂവ്മെന്റ്സ്, വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്. ഇപ്പൊ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വരും. അപ്പൊ അതങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. നമ്മൾ ഇതെല്ലാത്തിനും സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല സോഷ്യോളജിസ്റ്റ്, അത് പറഞ്ഞു കൊടുക്കുന്ന സോഷ്യൽ വർക്കുകാരാണ് കേട്ടോ. നമ്മൾ ഇതിന്റെയൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മൾ സോഷ്യോളജിസ്റ്റുകാരെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ദളിത് മൂവ്മെന്റ്സുകൾ വരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർ ഫേസ് ചെയ്യുന്ന അട്രോസിറ്റീസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 3 എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണലിസം, സെക്യുലറിസം, നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. കമ്മ്യൂണലിസം നിങ്ങൾക്ക് അറിയാം അല്ലെ, റിലീജിയന്റെ പേരിലും അങ്ങനെയൊക്കെ വരുന്ന കണ്ടസ്റ്റിംഗ് ആയിട്ടുള്ള റൈറ്റ്സ് ഒക്കെ വരുന്ന രീതിയിലാണ് കമ്മ്യൂണലിസത്തിന്റെ ഐഡിയോളജീസ് പോകുന്നത്. സെക്യുലറിസം എന്താണ്? സെക്യുലറിസം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാവരും തുല്യരാണ്, ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിന് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നാഷണലിസം സ്പിരിറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി അടുത്ത ജനറിക് എലക്ടീവ് പേപ്പർ ആയുള്ള ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ. അപ്പോൾ ഈ ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കാരണം ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ മനസ്സിലാവും. മാം നെക്സ്റ്റ് സ്ലൈഡ്.
അപ്പൊ ഈ ഒരു ജെൻഡർ സെൻസിറ്റൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് അറിയാം പല രീതിയിലുള്ള അട്രോസിറ്റീസ് പല കാറ്റഗറി ഓഫ് ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ സൊസൈറ്റിക്കകത്ത് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട്, ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട്. അപ്പൊ പല രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സമൂഹത്തിനകത്ത് ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കൊരു എന്താ പറയാ, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലാതെ ഇവിടെ രണ്ട് ജെൻഡർ അല്ല ഉള്ളത്. എന്താണ്, സ്ത്രീകളും പുരുഷന്മാരും അല്ല, പല രീതിയിലുള്ള ജെൻഡേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടേതായിട്ടുള്ള തോട്ട്സും ഐഡിയാസും ഒക്കെ നമ്മളും അംഗീകരിക്കാനായിട്ട് പഠിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സമൂഹത്തിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. പല രീതിയിലുള്ള സെക്ഷൽ ഹറാസ്മെന്റ്, സ്ത്രീകൾക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവർ പല രീതിയിൽ സെക്ഷലി ഹറാസ്ഡ് ആവുകയാണ് വർക്ക് പ്ലേസിലും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം? നമ്മുടെ കുഞ്ഞിലേ മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് അല്ലെ. കുഞ്ഞിലേ മുതൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ റിലേറ്റീവ്സിന്റെ അടുത്തോ വീടുകളിലൊക്കെ കുട്ടികൾ ജനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറെ ടോയ്സ് ആയിട്ട് അങ്ങോട്ട് ചെല്ലും അല്ലെ. കാറ്, JCB അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചെല്ലും. ഇനി അതൊരു പെൺകുട്ടി ആവട്ടെ, കുറെ കുക്കറി ഐറ്റംസും ബാർബി ഡോളും അതും ഇതും ഒക്കെ വാങ്ങിച്ചിട്ടായിരിക്കും നമ്മൾ കാണാനായിട്ട് ചെല്ലുന്നത്. നമ്മൾ എന്തിനാ ഇങ്ങനെ കാണാനായിട്ട് ചെല്ലുന്നത്? അപ്പൊ നമ്മൾ ആ ഒരു കുഞ്ഞിലേ മുതലേ ആ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ ആൺകുട്ടികളാണ് എങ്കിൽ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യണം, പെൺകുട്ടികളാണ് എങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു തോട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള ജെൻഡേർഡ് ആയിട്ടുള്ള സോഷ്യലൈസേഷൻ, സാമൂഹികവൽക്കരണം, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ വർക്ക് ആവുന്നത്, എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. മാം നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണ്? ജെൻഡർ, സെക്ഷുവാലിറ്റി, മസ്കുലിനിറ്റി, ഫാമിലി എന്താണ്, മാരേജ് എന്താണ്, മദർഹുഡ് എന്താണ്, വർക്ക് പ്ലേസിൽ വുമൺ ഫേസ് ചെയ്യുന്ന അട്രോസിറ്റീസ് എന്താണ്, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് വരെ ലീവുകൾ കൊടുക്കുന്നുണ്ട്. സമൂഹത്തിനകത്ത് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളിപ്പോ ന്യൂസൊക്കെ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വർക്ക് പ്ലേസിനകത്ത് വരുന്ന വയലൻസുകൾ, എങ്ങനെയൊക്കെയാണ് സ്ത്രീകളെ ഹറാസ് ചെയ്യുന്നത്, പിന്നെ പലതരത്തിലുള്ള മീഡിയാസിനകത്തും ബുക്സിനകത്തും അല്ലെങ്കിൽ ലാംഗ്വേജിനകത്തൊക്കെ സ്ത്രീകളെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്. പല സോപ്പിന്റെയൊക്കെ പരസ്യം എടുത്തു കഴിഞ്ഞാൽ കത്രീന കൈഫും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വളരെ നന്നായിട്ട് അവരുടെ ബോഡിയൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള സോപ്പിന്റെ പരസ്യമൊക്കെ നിങ്ങൾ കാണുന്നത്. എന്തുകൊണ്ട് പുരുഷനെ ഒരു സോപ്പിന്റെ പരസ്യത്തിൽ കൊണ്ടുവരുന്നില്ല? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കും കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇനി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിത്യേന ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു പേപ്പറാണ്. ഇതിനകത്ത് എന്താ പഠിക്കാനുള്ളതെന്ന് നോക്കാം. മാം നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇതിനകത്ത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നന്നായിട്ട് എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് വെർബൽ ആയി കഴിഞ്ഞാൽ നോൺ വെർബൽ ആയിട്ടായാലും അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിന്റെ കോൺവെർസേഷൻസ്, റൈറ്റിങ്സ്, അങ്ങനെയൊക്കെയുള്ള സ്കിൽസുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനുമാണ് ഇങ്ങനെ ഒരു പേപ്പർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. മാം നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ ഒരു പേപ്പറിനകത്ത് നമുക്ക് 3 ബ്ലോക്കുകളായിട്ടാണ് ഉള്ളത്. അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കണ്ടസ്റ്റ്, ആൻഡ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഗ്ലോബലൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള വെർബൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോർമൽ ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ്, ക്വസ്റ്റ്യൻ മേക്കിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, മീറ്റിംഗ്സ്, റൈറ്റിംഗ് സ്കിൽസ്, വൊക്കാബുലറി ഡെവലപ്മെന്റ്, റീഡിംഗ് സ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ കരിയറിൽ, ഇപ്പൊ നിങ്ങൾക്ക് പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ കോഴ്സ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കരിയറുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് മുന്നോട്ട് പോകാനും കൂടെ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. മാം നെക്സ്റ്റ്. ഇനി സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോൾ 2 കോർ കോഴ്സസും ഒരു എലക്ടീവ് പേപ്പറും ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും ആണ് വരുന്നത് കേട്ടോ. സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോഴേ ഇനി നമ്മുടെ വാല്യുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ വാല്യുവേഷൻ ഗ്രേഡിംഗ് സിസ്റ്റം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിലാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് 2 ടേം മാർക്ക്ഡ് അസൈൻമെന്റ്സും, രണ്ട് എന്ന് പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻസ്. അതായത് നിങ്ങളിപ്പോൾ 8 പേപ്പേഴ്സ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഈ 8 പേപ്പേഴ്സിന് നമ്മൾ 8 അസൈൻമെന്റും എഴുതി വെക്കും. അസൈൻമെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരും. ഇവിടെ നിന്ന് മെന്റേഴ്സ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അസൈൻമെന്റ് നമ്മൾ എഴുതിയിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ അസൈൻമെന്റ് എഴുതിയിട്ട് നമ്മുടെ ഓരോ സ്റ്റഡി സെന്റേഴ്സിന്റെ അണ്ടറിലും ഓരോ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. കോർഡിനേറ്റേഴ്സിന്റെ കയ്യിൽ നമ്മൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അത് ഒരു 30 മാർക്കിന് ഒരു 30% ഓഫ് മാർക്കാണ് ഈ ഒരു 2 ടേം മാർക്ക്ഡ് അസൈൻമെന്റ്സിന് വരുന്നത്. ഇനി
മറിച്ച് ടേം ആൻഡ് എക്സാമിനേഷൻസ് വരുമ്പോൾ നിങ്ങൾ റിട്ടേൺ ആയിട്ട് നിങ്ങൾ എക്സാമിന് പഠിച്ചെഴുതും. അതിൽ നിന്ന് 70% മാർക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഒന്ന് 2 ടേം മാർക്കിന്റെ അസൈൻമെന്റ്സും ഒന്ന് ടേം ആൻഡ് എക്സാമിനേഷൻസും. മാം നെക്സ്റ്റ്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 30% മാർക്ക് നിങ്ങളുടെ അസൈൻമെന്റിൽ നിന്ന് 70% മാർക്ക് നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷനിൽ നിന്നുമാണ് വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇഗ്നു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹിയിൽ ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഓരോ വിങ്ങുകളുണ്ട്, ഓരോ റീജിയണൽ വിങ്ങുകളുണ്ട്. ഈ ഓരോ റീജിയണൽ വിങ്ങിന് അണ്ടറിലും പല സ്റ്റഡി സെന്റേഴ്സ് വരുന്നുണ്ട്. ഈ സ്റ്റഡി സെന്റേഴ്സിലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ പഠിക്കുന്ന ഓരോ കോഴ്സും. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റഡി സെന്റേഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അസൈൻമെന്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും. ഇനി അസൈൻമെന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺസിലാണ് അസൈൻമെന്റ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ടൈം ആകുമ്പോൾ ഇഗ്നു റിലീസ് ചെയ്യും. അത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് അറിയിക്കും. ഡിസ്ക്രിപ്റ്റീവ് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ആവും. ആ റിലീസ് ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മെന്റേഴ്സ് നിങ്ങളോട് പറയും ക്വസ്റ്റ്യൻ പേപ്പർ റിലീസായി, അത് എങ്ങനെ നിങ്ങൾ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. പല പല സെക്ഷൻസ് ആയിട്ട് ചിലപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 10 മാർക്കിനും 20 മാർക്കിനും ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ നമ്മൾ ഇവിടെ നിന്ന് ഗൈഡ് ബുക്കും കാര്യങ്ങളും ഒക്കെ തരും കേട്ടോ. എല്ലാ സപ്പോർട്ടും ലേൺ വൈസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ലേൺ വൈസിന്റെ ഗൈഡ് ബുക്കും കാര്യങ്ങളും ഒക്കെ വരും. നിങ്ങൾക്ക് അതിനുള്ള ഒരു രീതിയിൽ എങ്ങനെ ഫോർമാറ്റിൽ എഴുതണം, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും. നമ്മൾ ഈ അസൈൻമെന്റ് എഴുതിയിട്ട് എന്ത് ചെയ്യും, ഈ സ്റ്റഡി സെന്റർ നമ്മുടെ റീജിയണൽ സെന്റേഴ്സിന്റെ അടിയിൽ ഓരോ സ്റ്റഡി സെന്റർ, ഇപ്പൊ കല്ലൂര്, വടകര, അങ്ങനെയൊക്കെ പല കോളേജസും ഉണ്ടാവും. എസ് എൻ കോളേജ്, നമ്മുടെ ഇപ്പോഴത്തെ വാട്സപ്പ് സ്റ്റാറ്റസും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പല സ്റ്റഡി സെന്റേഴ്സും അതിന്റെ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതേപോലുള്ള സ്റ്റഡി സെന്റേഴ്സിൽ നമ്മൾ നോക്കാനായിട്ട് നമുക്കൊരു കോർഡിനേറ്റർ ഉണ്ടാവും, ഒരു അക്കാഡമിക് കോർഡിനേറ്റർ ഉണ്ടാവും. നമ്മൾ ഈ അക്കാഡമിക് കോർഡിനേറ്റർ കയ്യിൽ അസൈൻമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അസൈൻമെന്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു റെസിപ്റ്റ് എഴുതി മേടിച്ചോളണം, അസൈൻമെന്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അത് നാളെ ഒരു പ്രശ്നമോ ഒരു പ്രോബ്ലമോ ക്രിയേറ്റ് ആക്കാതിരിക്കാനും അസൈൻമെന്റ് അവരുടെ കയ്യിൽ നിന്ന് മിസ് ചെയ്യും. കാരണം നമ്മൾ ഒരു ലേണർ മാത്രമല്ല ആ ഒരു സ്റ്റഡി സെന്ററിൽ പോകുന്നത്, ഒരുപാട് ലേണേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രശ്നം വരാണ്ടിരിക്കണമെങ്കിൽ ആ സ്റ്റഡി സെന്റർ കയ്യിൽ നിന്ന് ഒരു റെസിപ്റ്റ് മേടിക്കുക, അസൈൻമെന്റ് ഇതേപോലെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അസൈൻമെന്റ് നമ്മൾ എങ്ങനെ എഴുതിയത് എത്ര നന്നായിട്ട് എഴുതി വെക്കുന്നു, അപ്പൊ നമുക്ക് ആ 30% നമുക്കുള്ള ഒരു മാർക്ക് നമുക്ക് അവിടെ റിസീവ് ആവുന്നതാണ് കേട്ടോ. അത് ലാസ്റ്റേ അറിയാൻ പറ്റുള്ളൂ. 30% അസൈൻമെന്റ് പോകില്ല, ബാക്കി 70% വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നതാണ്. 8 പേപ്പറിന് നമ്മൾ എക്സാം എഴുതും. ഇതിനകത്ത് ഇംഗ്ലീഷിന്റെ പേപ്പറിനും എൻവയോൺമെന്റിലെ പേപ്പറും നമ്മൾ 50 മാർക്കിനാണ് എഴുതുന്നത്. ബാക്കി എല്ലാ പേപ്പറും നമ്മൾ 100 മാർക്കിനാണ് എഴുതുന്നത്. 100 മാർക്കിന് എഴുതുമ്പോൾ അതിൽ നിന്ന് 70%-ലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മാം ഇപ്പൊ ഇതിന്റെ ഗ്രേഡിംഗ് സ്കീം ഇങ്ങനെയാണ് വരുന്നത്. ഒരു മാം ഗ്രേഡിംഗ് സ്കീം എന്ന് പറയുന്ന ഒരു 10 ഗ്രേഡ് പോയിന്റിലാണ് വരുന്നത്. 2 ടേം മാർക്കിന്റെ അസൈൻമെന്റ്, ടേം ആൻഡ് എക്സാമിനേഷനും കൂടെ ചേർത്തിട്ട്. ഇപ്പോൾ O വന്നു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നും, A വന്നു കഴിഞ്ഞാൽ എക്സലന്റ് എന്നും, A വെരി ഗുഡ്, ബി പ്ലസ്, സി, ഡി, എഫ് ഫെയിൽ ആണ്. ഇനി എക്സാം എഴുതാൻ പോയില്ലെങ്കിൽ അത് ആബ്സെന്റ് എന്ന് ഇപ്പൊ ചോദിക്കും, മാം പാസ്സാവാനായിട്ട് എത്ര മാർക്ക് വേണ്ടി വരും എന്നായിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പാസ്സാവാനായിട്ട് എത്ര മാർക്ക് വേണ്ടി വരും എന്ന് ചിന്തിക്കാതെ നമുക്ക് എത്രത്തോളം എഫേർട്ട് നമുക്ക് കിട്ടും, നമുക്ക് മാക്സിമം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് വേണം നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഷനെ ബേസ് ചെയ്തൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്, ഞാനൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാം കേട്ടോ. നമുക്ക് ഈ കഴിഞ്ഞ എല്ലാ സെഷനകത്തും ആക്ഷൻ ടാസ്ക് ഉണ്ടായിരുന്നു, അതുപോലെയുള്ളൊരു ആക്ഷൻ ടാസ്ക് ആണിത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മളുടെ ഇപ്രാവശ്യത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തീം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ ടാസ്ക് ആണ്. ഇമാജിൻ ദാറ്റ് യു ആർ ദ ക്ലാസ് ടീച്ചർ ഓഫ് BA സോഷ്യോളജി ബാച്ച്. പ്രിപ്പയർ എ ഗുഡ് പ്ലാൻ, ടൈം ടേബിൾ ഫോർ ദ ഫസ്റ്റ് ഇയർ സബ്ജക്ട് ഫോർ യുവർ സ്റ്റുഡൻസ് ഇൻ ഓർഡർ ടു മേക്ക് ദെയർ സ്റ്റഡീസ് ബെറ്റർ. നിങ്ങൾ BA സോഷ്യോളജിയുടെ ക്ലാസ് ടീച്ചർ ആണ് എങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിന് നല്ലൊരു സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, മെൻഷൻ ദ BA സോഷ്യോളജി ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ്. ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകൾ മെൻഷൻ ചെയ്യുക. എന്തുമാത്രം സമയം ഓരോ സബ്ജക്റ്റ് പഠിക്കാൻ നമുക്ക് വേണ്ട സമയം എന്തുമാത്രം നമ്മൾ ചെലവഴിക്കണമെന്നും, പിന്നെ യു ക്യാൻ ഓൾസോ യൂസ് എ ക്രിയേറ്റീവ് ഐഡിയ. നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനെ സഹായിക്കുന്ന രീതിയിൽ ഒരു പ്ലാൻ നിങ്ങൾ ചെയ്യുക. സോ ഞാൻ മെൻറ്റർ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു
ഒരു സിലബസ് ഡീകോഡിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്തതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു BA സോഷ്യോളജി ടീച്ചറാണെന്ന് കരുതുക. അപ്പം നിങ്ങളുടെ സ്റ്റുഡൻസിനെ സഹായിക്കുന്ന വണ്ണം നിങ്ങളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ സബ്ജക്റ്റും പഠിക്കാൻ എന്തുമാത്രം ടൈം നമ്മൾ ഡിവോട്ട് ചെയ്യണം, എന്തുമാത്രം സമയം നമ്മൾ ചിലവഴിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരുന്നതായിരിക്കും. ഈ ഒരു ആക്ഷൻ ടാസ്ക് നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് നിങ്ങളിത് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു തരിക.